നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടർ പുഡിംഗ് ആണ് കേട്ടോ. നമ്മളിതിലേക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഏതെങ്കിലും ന്യൂട്രി ബിസ്ക്കറ്റ് കുറച്ച് എടുക്കുന്നുണ്ട്, അത് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, പഞ്ചസാര, കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് തിളപ്പിച്ചാറിയ പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പീനട്ട് ബട്ടർ ആണ് കേട്ടോ. ഞാനിവിടെ പ്യുവർ ഹാർട്ടിൻ്റെ ക്രീമി പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. ക്രീമി ആയിട്ടും ക്രഞ്ചി ആയിട്ടും അങ്ങനെ 2 ടൈപ്പ് പീനട്ട് ബട്ടർ വരുന്നുണ്ട്. ഞാനിത് ആമസോൺ ത്രൂ ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ വെബ്സൈറ്റ് വഴി നമുക്കിത് ഓർഡർ ചെയ്യാം. അവരുടെ പേജ് ഞാനിത് ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ജാസ്മിൻസ് കുക്ക് ഹൗസ് 10 എന്നൊരു കൂപ്പൺ കോഡും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 10% ഡിസ്കൗണ്ടും കൂടി കിട്ടും കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തോളേ. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ആ ഒരു ബിസ്ക്കറ്റ് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് സോക്കാവുന്ന രീതിയിൽ ചെയ്തെടുക്കല്ലേ, നമുക്കൊന്ന് കുറച്ച് ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു ട്രെയിലേക്ക് നിരത്തി എടുത്തിട്ടുണ്ട്. അടുത്ത ലെയറിലേക്ക് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം, ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പീനട്ട് ബട്ടർ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കോഫിയുടെ മിക്സും കൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും അടുത്ത ലെയറിലേക്ക് ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാം. ഇനി ഏറ്റവും ടോപ്പിലേക്ക് വീണ്ടും വിപ്പിംഗ് ക്രീമിന്റെ ആ ഒരു മിക്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു പീനട്ട് ബട്ടർ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പ്യുവർ ഹാർട്ടിന്റെ പിസ്താഷിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് അധികമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്